അഡ്വക്കേറ്റ് രാംകുമാർ, കള്ളപ്പണ ഇടപാട് നടക്കുന്നു, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിദേശ ഫണ്ട് നിർലോഭം ലഭിക്കുന്നു, പുറത്ത് സോഷ്യലിസ്റ്റ് കവചം, അകത്ത് പക്ക ഇസ്ലാമിക നയങ്ങൾ മാത്രം പിന്തുടരുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി നിരോധിത സംഘടനയായ PFIയും SDPIയും ഒരേ തൂവൽ പക്ഷികളാണെന്നാണ് ED ഇന്നലെ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. SDPIയെ നിയന്ത്രിച്ചിരുന്നത് PFI ആയിരുന്നു. SDPIയുടെ പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ച് PFI നിരോധനത്തിന് ശേഷം കൃത്യമായി നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ EDയുടെ റെയ്ഡ്? നിങ്ങൾ ഈ ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും സൂചനാർഹമായ ഒരു ദിനത്തിലാണ്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചു. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചതിൽ നിന്ന് അല്പം ഒരു വ്യതിചലനത്തിൻ്റെ ശബ്ദമല്ലേ എന്ന് സംശയിക്കാൻ കാരണമുണ്ട്. കാരണം ജമാഅത്ത് ഇസ്ലാമിയും ലീഗും വരെ ഈ പാളയത്തിലേക്ക് വരുന്നു എന്നാണ് ശ്രീ സാക്ഷാൽ MV ഗോവിന്ദൻ ഇന്ന് പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന സംഭവവികാസങ്ങളുടെ വെളിച്ചത്തിൽ ഏറ്റവും സൂചനാർഹമായ ഒരു പരാമർശമാണ്. കാരണം ഇവിടെ എല്ലാവർക്കും അറിയാം SDPIയും PFIയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരു ഭീകര സംഘടനയുടെ രൂപത്തിലാണ് കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൽ ആർക്കും അത്ഭുതമില്ല. കാരണം കേരളവും കാശ്മീരും ഇത്തരം വിധ്വംസന പ്രവർത്തനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളെ അവർ പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. കൂട്ടത്തിൽ പശ്ചിമ ബംഗാളുണ്ട്, കർണാടകയുണ്ട്. പ്രീണന രാഷ്ട്രീയം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇത് വിജയപ്രദമായി നടത്തുന്നുണ്ട്. എന്നാൽ കർശനവും ശക്തമായ നടപടികൾ കാരണം ആസാമിൽ ഈ പരിപാടി വിലപ്പോയില്ല. കാരണം ബംഗ്ലാദേശികളെ എന്ന പേരിൽ ഭീകരവാദികൾ ആസാമിൽ കടന്നു കയറി നുഴഞ്ഞുകയറ്റം നടത്തി അവിടുത്തെ സമാധാന ജീവിതം നശിപ്പിക്കാൻ ശ്രമമുണ്ടെന്നുള്ളത് ശക്തമായ കർക്കശമായ നടപടികളെ കൊണ്ട് ആസാം ഗവൺമെൻറ് പരാജയപ്പെടുത്തി. ഇതുപോലൊരു സമീപനം നിർഭാഗ്യവശാൽ കേരളത്തിലില്ല, കാശ്മീരിലില്ല, പശ്ചിമ ബംഗാളിലില്ല, തമിഴ്നാട്ടിലില്ല, കർണാടകത്തിലില്ല. അതുകൊണ്ടാണ് ഈ സംഘടനകൾ പരസ്യമായി ഭീകരവാദവുമായി കേരളത്തിൽ രംഗപ്രവേശം നടത്തി. അടുത്ത കാലത്ത് തൃത്താലയിൽ ഹമാസിൻ്റെ നേതാക്കന്മാരെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ആദരിക്കുകയുണ്ടായി. ഈ പറഞ്ഞ ഹമാസിനെയും പലസ്തീൻ ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുന്ന ആളുകൾ കാശ്മീരിൽ വിഘടനവാദികൾ, പാകിസ്ഥാൻ അനുകൂലികളായ ആളുകളെ കാശ്മീർ വിഭജിക്കണം, കാശ്മീരിൽ സമാധാന ജീവിതം തകർക്കണം എന്ന രീതിയിൽ ഈ യോഗം നടത്തിയതും ഏതാണ്ട് ഈ സമയത്താണ്. ഇത് പ്രത്യേകം സൂചനാർഹമാണ്. കാരണം ഇന്ന് ഏറ്റവും അധികം വിഘടനവാദവും വിധ്വംസ പ്രവർത്തനം നടക്കുന്ന ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങൾ ഒന്ന് കേരളവും ഒന്ന് കാശ്മീരുമാണ്. കാരണം രാഷ്ട്രീയമായി ഇവർക്ക് അഭയം നൽകുന്ന സമീപനം ഈ രണ്ട് സംസ്ഥാനങ്ങളാണ് കിട്ടുന്നത്. ഇന്ന് ഇവിടെ സർക്കാരിനെ നിയന്ത്രിക്കുന്ന കക്ഷിയുടെ നേതാവ് പറഞ്ഞതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആ മാറ്റം കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാകും എന്ന് ഒരിക്കലും സംശയിക്കാൻ പോലും. കാരണം പ്രീണന രാഷ്ട്രീയത്തിൻ്റെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെയും മനഃശാസ്ത്രമാണ് ഇവരെ സഹായിക്കാൻ തരുന്നത്. സാക്ഷാൽ ശശി തരൂര് ഇന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത പരിപൂർണമായും നശിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം കോഴിക്കോട്ട് വെച്ച് പ്രസംഗിച്ചു,
ഹമാസിനെ ആക്രമിച്ചതുകൊണ്ടാണ് ഹമാസ് തിരിച്ചടിച്ചത്. എന്തൊരു അസത്യ പ്രസ്താവനയാണ്. നിരപരാധികളായ സ്ത്രീകളടക്കം ഒരു സംഗീത പരിപാടിക്ക് പങ്കെടുക്കുന്ന 300-ലധികം ആളുകളെ കൊന്നൊടുക്കിയിട്ടാണ് ഇസ്രയേൽ ഹമാസിനെതിരായി നടപടികൾ ആരംഭിച്ച് ആ ഹമാസിനെ വെള്ളപൂശാനും ഭീകരവാദികളല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനും ലഷ്കർ തൊയ്ബ തുടങ്ങിയ സംഘടനകളുടെ സമാനമായ പ്രവർത്തന രീതികൾ അവലംബിക്കുന്ന രീതിയിൽ ഇന്ത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിലും കാശ്മീരിലും ആ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത് കാണുമ്പോൾ വാസ്തവത്തിൽ രാജ്യസ്നേഹികൾ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ അവരുടെ രാജ്യസ്നേഹം ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്കുള്ള പരാധീനതകൾ, അവശതകൾ, ബലഹീനതകൾ ഇത് ചൂഷണം ചെയ്തുകൊണ്ട് അവരെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കാൻ ഈ ഭീകര സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിന് തുനിയാത്ത മുസ്ലിം ലീഗ് അടക്കം ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെ കൂടി അതിന് തുനിയുന്നു എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോലും വിലയിരുത്തൽ. അപ്പോൾ എന്തുമാത്രം അപകടത്തിൻ്റെ വക്കത്ത് നമ്മുടെ സംസ്ഥാനം എത്തി എന്നുള്ളത് നിഷ്പക്ഷമതികളായ ജനങ്ങൾക്ക്, രാജ്യസ്നേഹികളായ ജനങ്ങൾക്ക്, കപടമതേതരവാദികളല്ലാത്ത ആളുകൾക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ കപടമതേതരവാദികൾ വരെ നിർബന്ധിത സാഹചര്യത്തിൽ ഇത് ഭീകരപ്രവർത്തനത്തിൻ്റെ ആരംഭമാണ് എന്ന് പറയാൻ തുനിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വേണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നടപടികൾ നമ്മൾ വീക്ഷിക്കേണ്ടത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരുപാട് ഭീകരപ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് അരുതാത്ത പ്രവൃത്തികൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മറവിൽ നടത്തിയിട്ടുണ്ട്. അവർക്ക് ചൂട്ടുപിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി SDP, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി, ആ പേരുമായി പുലബന്ധമില്ലാത്ത പ്രവൃത്തികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിലനിന്ന് വരുന്ന സമാധാന അന്തരീക്ഷം തകർക്കുകയും സ്ഥിരമായി മുസ്ലിങ്ങളെ മറ്റ് സമുദായങ്ങൾക്ക് എതിർപ്പാക്കാനും അവരുടെ ഇടയിലുള്ള സമാധാന ജീവിതം നശിപ്പിക്കാനുമുള്ള പ്രവൃത്തികളാണ് ഈ സംഘടന രണ്ടും ചെയ്യുന്നത്. ഉദാഹരണം, ആലപ്പുഴയിലെ കുപ്രസിദ്ധമായ മുദ്രാവാക്യം. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കാസർഗോഡ് മേഖലയിൽ ഉയർന്ന മുദ്രാവാക്യം, പണ്ട് പാലക്കാട്ട് നടന്ന മുദ്രാവാക്യം. ഇതൊക്കെ കാണിക്കുന്നത് പരസ്യമായി ഇവിടെ നിലനിന്ന് വരുന്ന സമാധാന അന്തരീക്ഷത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇഷ്ടം പോലെ സുലഭമായി കിട്ടുന്ന വിദേശ പണം മുതലെടുത്തുകൊണ്ട് മുസ്ലിം അസംതൃപ്തരായ ഒരു വിഭാഗം മുസ്ലിം ചെറുപ്പക്കാരുടെ വികാരങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ വഴിതെറ്റിപ്പിക്കാനുള്ള പരിശ്രമമാണ്. ഇത് രാജ്യസ്നേഹികളായ ആളുകൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്. നമുക്ക് നമ്മുടെ മുസ്ലിം സഹോദരന്മാരോട് യാതൊരു വിരോധവുമില്ല. അവർ വഴിതെറ്റിപ്പോകുന്നതാണ് നമ്മളെ ദുഃഖത്തിലാക്കുന്നത്. ആര് വഴി തെറ്റിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവരുടെ സംഘടനയാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആ സമുദായത്തോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ ദുസ്സേവനമാണ് നടത്തുന്നത്. ആ സമുദായത്തിൻ്റെ ഭാവി, ആ സമുദായത്തിൻ്റെ ശ്രേയസ്, മറ്റ് സമുദായങ്ങൾക്കിടയിൽ അവർക്കുള്ള ഇരിപ്പ്, സ്നേഹം, ഇതെല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ അവരെ ഭീകരവാദികളായി മാറ്റി വിവാദമായ ഹമാസ് പോലെയുള്ള സംഘടനകൾക്ക് പരസ്യമായി പിന്തുണ കൊടുത്ത് ചെറുപ്പക്കാരുടെ ആവേശം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ ഈ പ്രവൃത്തികളാണ് പോപ്പുലർ ഫ്രണ്ടും SDP-യും ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ കൂടെ സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കാൻ അനുവദനീയമല്ലാത്ത മാർഗങ്ങൾ, കള്ളക്കടത്ത്, ലഹരി ജിഹാദ്, ലവ് ജിഹാദ് തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്നും ED-ക്ക് വ്യക്തമായി നിർദ്ദേശങ്ങൾ. ചുരുക്കത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളെ എതിർക്കുന്ന ആളുകൾ പാലാ ബിഷപ്പ് അടക്കം മതമൗലികവാദിയായി ചിത്രീകരിക്കപ്പെടുന്നു. അതേസമയം ഈ വിധ്വംസ പ്രവർത്തനങ്ങളും ഭീകരപ്രവർത്തനങ്ങളും അനുവദനീയമല്ലാത്ത പൊതുപ്രവർത്തനം നടത്തുന്നവരെ വലിയ
ധീരന്മാരായി ചിത്രീകരിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നു. നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ കാര്യമായി രംഗത്തുള്ള രണ്ട് സംഘടനകളാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും SDP-യും. അത് നിരോധിച്ചിട്ടും കാര്യമുണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ്. കാരണം അത്രമാത്രം അന്തർലീനമായി മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ നുഴഞ്ഞു കയറി സ്വാധീനമുറപ്പിക്കാൻ കേരളത്തിലെ പല മേഖലകളും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുള്ള വളക്കൂറ് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ, വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ, അവർക്കുള്ള അവശതകൾ, അവരുടെ ഇടയിലുള്ള അസംതൃപ്തി, അനീതി നേരിടുന്നു എന്ന തെറ്റായ തോന്നലുകൾ, ഇത് മുതലെടുത്തുകൊണ്ട് ഇതിന് വളക്കൂറായി സർക്കാരിൻ്റെ സമീപനം. ഈ ദുരവസ്ഥയാണ് നിർഭാഗ്യവശാൽ ഇന്ന് കേരളം നേരിടുന്നത്. ശക്തമായ നിയമ നടപടികളെ കൊണ്ടും കർക്കശമായ ആസാം ഗവൺമെൻറ്റും UP ഗവൺമെൻറ്റും ചെയ്തതുപോലെ കർക്കശമായ നടപടികൾ കൊണ്ട് മാത്രമേ ഇത് നേരിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സമീപഭാവിയിൽ കേരളം മറ്റൊരു കാശ്മീരായി രൂപാന്തരപ്പെടും.